ഹലോ, നിങ്ങൾ സാരി ഉടുത്തിറങ്ങുമ്പോഴത്തേക്കും ഒരു എലഗൻ ലുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് തോന്നാറുണ്ടോ? അത് സാരിയുടെ കുഴപ്പമല്ല കേട്ടോ, അത് നിങ്ങൾ ഉടുക്കുന്ന രീതിയുടെ കുഴപ്പമാണ്. ഉടുക്കുന്ന സമയത്തെ ചെറിയ ചെറിയ വിട്ടുപോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ആ എലഗൻ ലുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോമൺലി ചെയ്തു വരുന്ന ആ 5 മിസ്റ്റേക്കിനെ കുറിച്ചാണ്. അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം. എന്നിട്ട് അടുത്ത ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടോ, ആവശ്യം വരും. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. Choosing the right underskirt is the basic thing. Underskirts ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം. ഫിഷ് കട്ട് സ്കേർട്ട് ആണെങ്കിൽ കുറച്ചും കൂടി ഒതുങ്ങിയിരിക്കും. സൈഡിലേക്ക് പിൻ കുത്തിവെച്ചതിന് ശേഷം മാത്രം പ്ലീറ്റ് എടുക്കുക. പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എക്സസ് ആയിട്ട് വരുന്ന തുണി നമ്മൾ വിട്ടേക്കണം. എപ്പോഴും 5 to 7 പ്ലീറ്റ്സ് ആണ് ഭംഗി. അത് പിൻ ചെയ്തതിന് ശേഷം ടക്കിൻ ചെയ്യുക. ടക്കിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ പൊക്കിളിന്റെ നേർ പകുതിയിൽ വേണം സാരി ടക്കിൻ ചെയ്യേണ്ടത്. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മാറിയാൽ ഭംഗി ഉണ്ടാവില്ല. നേരത്തെ എക്സസ് വന്ന തുണി നമ്മൾ വിട്ടില്ലേ, അത് ഇതിന്റെ സൈഡിൽ കൂടി ഒന്ന് പുറത്തേക്ക് എടുത്ത് വലിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സൈഡ് ഒന്ന് ഒതുങ്ങി കിട്ടും. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ടക്കിൻ ചെയ്യാം. സാരിയുടെ ബോർഡർ ഒരിക്കലും ഇങ്ങനെ കൈയുടെ ഇടയിലേക്ക് കയറി ചുരുണ്ടിരിക്കാൻ പാടില്ല. അത് കുറച്ചൊന്ന് താഴ്ത്തി വെക്കുമ്പോഴത്തേക്കും ഒരു നീറ്റ് ലുക്ക് കിട്ടും. സിംഗിൾ ലെയർ ഇടുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വാരി വലിച്ച് സൈഡിലേക്ക് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി വെക്കുന്നത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതിന് പകരം ഇങ്ങനെ ബോർഡർ കാണുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആയിട്ട് എടുത്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിലൊരു പിൻ ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. സാരിയുടെ കൂടെ ഹീൽസ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ സാരി ഉടുത്തതിന് ശേഷം ഹീൽസ് ഇടാൻ നിൽക്കരുത്. ആദ്യം അണ്ടർസ്കേർട്ട് ഇടുമ്പോൾ തന്നെ നമ്മൾ ഹീൽസ് ഇട്ടിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ സാരി ഉടുത്ത് കഴിഞ്ഞ് ഹീൽസ് ഇടുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. നമ്മുടെ സാരി ഇങ്ങനെ കാലിന് മേലെ കയറി നിൽക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഹീൽസ് ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അണ്ടർസ്കേർട്ട് ഇടുന്ന സമയത്ത് തന്നെ ഹീൽസും ഇട്ടിട്ട് വേണം സാരി ഉടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഉടുക്കാൻ പറ്റുള്ളൂ. ഹീൽസ് എന്നല്ല, ഏത് ചപ്പലായാലും നമ്മൾ അണ്ടർസ്കേർട്ട് ഇടുമ്പോൾ തന്നെ നമ്മൾ ചപ്പലിടുകയാണ് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ആയാലും നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ എപ്പോഴും അതൊരെണ്ണം ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കണ്ടോ, സിമ്പിൾ അല്ലേ? ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ സാരി ഡ്രൈപ്പിങ്ങിന്റെ പകുതി പ്രശ്നങ്ങളും മാറി കിട്ടും. അപ്പോൾ ഇനി അടുത്ത ടിപ്സും ഹാക്സും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.